ഒരു പാകിസ്ഥാനി സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം. ഇത് സാധാരണ നെയ്യിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാനിലേക്കോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലേക്കോ ഒരു 2-3 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയതോ ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചിക്കൻ, ഞാനിവിടെ ഒരു 1/2 കിലോനേക്കാട്ടിലും കൂടുതൽ ചിക്കൻ എടുത്തിട്ടുണ്ടാവും, അതും ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഇളക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ ചിക്കൻ്റെ കളറൊക്കെ അങ്ങ് മാറുന്ന കാണാം. അപ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. ഇതൊരു പകുതി വേവായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളിയും ഒരു 2-3 പച്ചമുളകും പിന്നെ പൊടികൾ, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് ഈ മസാലകളുടെയൊക്കെ പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റാം. എന്നിട്ടൊരു 10 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് തുറന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ തൈര് അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അത്രേ ഉള്ളൂ പണി. പിന്നെ നമ്മൾ വാങ്ങാറാകുമ്പോൾ ഒരു ലേശം ഫ്രഷ് ക്രീമും ഒരു സ്ലൈസ് ബട്ടറും കൂടി ഇട്ടിട്ട്, വേണമെങ്കിൽ കുറച്ച് മല്ലിയില ഇടാം, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, മിക്സ് ചെയ്ത് വാങ്ങിയാൽ നമ്മുടെ പാകിസ്ഥാനി ചിക്കൻ കറി റെഡി. ഒരു സാധാരണ ചിക്കൻ കറീനെക്കാട്ടിലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഈ ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ചൊരു ചൂടുവെള്ളം കൂടി ചേർത്ത് ലേശം ഗ്രേവി ആയിട്ട് എടുക്കാം. ഞാനിവിടെ അതൊന്നും ആഡ് ചെയ്യുന്നില്ല, ചിക്കൻ തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ബൈ.